പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അത് കീറാമുട്ടിയായി തുടരുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസും യു ഡി എഫും ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ജില്ലയാണ് തിരുവനന്തപുരം. മറ്റുള്ള ജില്ലയിലൊക്കെ കോൺഗ്രസിന്റെ പ്രകടനം താരതമ്യേന ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മികച്ചതാകാമെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ചില അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണ രംഗത്തുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും എന്ന വിവരമാണ് ലഭിക്കുന്നതെങ്കിലും ഒരുപക്ഷേ നിശ്ചയിച്ച ചില സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരം ജില്ലയിൽ മാറ്റുവാനുമുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തന്നെ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കുമൊക്കെ അവസാനമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാക്കുക. CPM പോലെ പിണറായി വിജയൻ നിർണ്ണയിക്കുന്ന സ്ഥാനാർത്ഥികൾ ആയിരിക്കില്ല വരുന്നത്. അവിടെയാണെങ്കിൽ പിണറായി വിജയൻ നിർണ്ണയിക്കുക, ബാക്കിയുള്ളവർ അനുസരിക്കുക എന്ന ഒരു രീതിയാണുള്ളതെങ്കിൽ കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ കാഴ്ചപ്പാടുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് വർക്കലയാണ്. വർക്കലയിൽ SS ലാലിൻ്റെ പേരായിരുന്നു ഇന്നലെ വരെ മുന്നിൽ നിന്നിരുന്നതെങ്കിൽ ഇന്ന് അത് ചില സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ വർക്കല കഹാറിൻ്റേതാകുന്നുണ്ട്. വർക്കല കഹാറിന് വോട്ട് രേഖപ്പെടുത്തുക, അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ അങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെയും SS ലാലിൻ്റെ പേരിലാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇനി 1-2 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ശിവഗിരി മഠത്തിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ശിവഗിരി മഠത്തിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയ അവസരത്തിൽ ശിവഗിരി മഠം വർക്കലയിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് SS ലാലിൻ്റെ പേരാണ് അവിടെ പരിഗണിച്ചിരുന്നത്. പക്ഷേ SS ലാലിനെ സംബന്ധിച്ച് അദ്ദേഹം മത്സരിച്ചാൽ അവിടെ എത്രത്തോളം വിജയസാധ്യതകൾ ഉണ്ട് എന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ നേരത്തെ അവിടെ മത്സരിച്ച് വിജയിച്ചു പാരമ്പര്യമുള്ള വർക്കല കഹാറിനെ പരിഗണിക്കുന്നു എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളും വരുന്നുണ്ട്. മറ്റൊന്ന്, അടൂർ പ്രകാശ് കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങൽ ലോക്സഭയിലോട്ട് മത്സരിച്ചപ്പോൾ അവിടെ വർക്കല കഹാർ അടൂർ പ്രകാശിനെ തോൽപ്പിക്കുന്നതിനുള്ള ചില ഒത്തുകളികൾ നടത്തി എന്ന ആരോപണം മണ്ഡലത്തിനകത്ത് നിന്ന് തന്നെയുണ്ട്. കാരണം വർക്കല MLA ആയിരുന്ന ജോയിയാണ് അടൂർ പ്രകാശിനെതിരെ ലോക്സഭയിൽ മത്സരിച്ചത്. അങ്ങനെ ജോയി ലോക്സഭയിൽ വിജയിച്ച് MP ആകുന്ന പക്ഷം വർക്കല നിയമസഭയിലേക്ക് ഇലക്ഷൻ വരും. ജോയി ഇല്ലെങ്കിൽ പിന്നെ അവിടെ വിജയിക്കുവാൻ സാധ്യത കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വർക്കല കഹാറിനാണ്. അതുകൊണ്ട് വർക്കല കഹാർ ജോയിയെ വിജയിപ്പിക്കുവാനുള്ള ചില നീക്കങ്ങൾ അവിടെ നടത്തി എന്ന രീതിയിൽ ചില അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അടൂർ പ്രകാശ് ഇടപെട്ടാണ് ശിവഗിരി മഠത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു കത്ത് SS ലാലിനെ മത്സരിപ്പിക്കണം, വർക്കല കഹാറിനെ വേണ്ട എന്ന രീതിയിൽ നൽകിയത് എന്ന ചില രീതിയിലുള്ള സംസാരങ്ങൾ വർക്കല നിയമസഭാ നിയോജകമണ്ഡലത്തിൽ നിന്ന് വരുന്നുണ്ട്. നിങ്ങളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ അവിടെ പൊതുവായി വരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് നബീൽ കല്ലമ്പലത്തെ പോലുള്ള യുവ നേതാക്കന്മാരെ മത്സരിപ്പിക്കണമെന്നാണ്. ഏകദേശം 77 വയസ്സാകുന്നു വർക്കല കഹാറിന്. എന്തായാലും അദ്ദേഹമാണോ അല്ലെങ്കിൽ SS ലാലാണോ സ്ഥാനാർത്ഥി എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്ന രീതിയിലാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു പോക്ക്. ചിറയൻകീഴിലാണെങ്കിൽ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അവരുടെ വോട്ട് തേടിയിട്ടുള്ള പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ ദളിത് നേതാക്കന്മാർ, കാരണം ഇത് സംവരണ സീറ്റാണ്, ദളിത് നേതാക്കന്മാർ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച BS അനൂപും അതിനു മുമ്പ് 2016 മത്സരിച്ച അജിത് കുമാറും ഒക്കെ പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നു. അവരൊരു പക്ഷേ റിബൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന രീതിയിലാണ് ചിറയൻകീഴിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. നെടുമങ്ങാട് ആണെങ്കിൽ അവിടെ BRM ഷഫീറിൻ്റെ പേരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കേൾക്കുന്നത്. പക്ഷേ ജില്ലയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമേ പരിഗണിക്കുവാൻ സാധ്യതയുള്ളൂ. നേരത്തെ വർക്കല കഹാറും MA വാഹിദും രണ്ടുപേരുണ്ടായിരുന്നു MLA മാരായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന്. പക്ഷേ ആദ്യം MA വാഹിദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് പിന്നെ സീറ്റ് കൊടുത്ത് തുടങ്ങിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇനി വർക്കല കഹാറാണ് വർക്കല മത്സരിക്കുന്നതെങ്കിൽ BRM ഷഫീറിന് ആ സീറ്റ് ലഭിക്കുന്നതിന് സാധ്യതയില്ല, മറ്റൊരാൾ അവിടെ പരിഗണിക്കപ്പെടും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. SS ലാലാണ് വർക്കലയിൽ മത്സരിക്കുന്നതെങ്കിൽ BRM ഷഫീർ ഒരുപക്ഷേ നെടുമങ്ങാട് നിന്ന് മത്സരിച്ചേക്കാം. ഒരുപക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ BRM ഷഫീറിന് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് വടക്കൻ കേരളത്തിൽ ഏതെങ്കിലും സീറ്റ് വാങ്ങി മത്സരിക്കുന്നതായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്നത് മിക്കപ്പോഴും വടക്കൻ കേരളത്തിലുള്ള ആളുകൾക്കാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി വാമനപുരം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ സുധീർ ഷാ പാലോടിൻ്റെ പേരും ഒപ്പം പാലോട് രവി, നേരത്തെ നെടുമങ്ങാട് MLA ആയിരുന്ന പാലോട് രവിയുടെ പേരും പരിഗണിക്കുന്നുണ്ട്. VD സതീശൻ നിർദ്ദേശിക്കുന്നത് പാലോട് രവിയുടെ പേരാണെന്ന് പറയുമ്പോൾ
ഷാഫി പറമ്പിൽ അദ്ദേഹം സുധീർ ഷാ പാലോടിന് വേണ്ടി വാദിക്കുന്നു എന്ന ഒരു വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. നേരത്തെ വാമനാപുരത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന കോലിക്കോട് കൃഷ്ണൻ നായരും തൊട്ടടുത്ത് നെടുമങ്ങാട് നിന്ന് മത്സരിച്ചിരുന്ന പാലോട് രവിയും രണ്ടുപേരും ബന്ധുക്കളായിരുന്നു. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടുമറിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നൊക്കെ ആ മണ്ഡലത്തിൽ നിന്ന് വാദഗതികൾ വരുന്നുണ്ട്. അതായത് നെടുമങ്ങാട് മത്സരിക്കുന്ന നെടുമങ്ങാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വാമനപുരത്ത് മത്സരിക്കുന്ന കോലിക്കോട് കൃഷ്ണൻ നായർ വോട്ടുമറിക്കുമായിരുന്നു. അതുപോലെ നെടുമങ്ങാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പാലോട് രവി വാമനപുരത്ത് മത്സരിക്കുന്ന കോലിക്കോട് കൃഷ്ണൻ നായർക്ക് വേണ്ടി വോട്ടുമറിക്കുമായിരുന്നു എന്നൊക്കെ വാദഗതികൾ അവിടെ നിറയുന്നുണ്ട്. സുധീർ ഷാ പാലോട് ഇടതുമുന്നണിയുടെ കുത്തകയായിരുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുത്ത ഒരാളാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അവിടെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന പക്ഷം, നെടുമങ്ങാടോ വർക്കലയോ ഉണ്ടാകുന്ന പക്ഷം സുധീർ ഷാ പാലോടിന് അവിടെ സീറ്റ് കിട്ടുവാൻ സാധ്യതയില്ല എന്ന ഒരു നിഗമനമാണ് വരുന്നത്. അരുവിക്കര എത്തുകയാണെങ്കിൽ അരുവിക്കരയിൽ തിരുവനന്തപുരം സീറ്റ് CMBക്ക് CP ജോണിന് വിട്ടുകൊടുത്തത് കൊണ്ട് അവിടെ പരിഗണിക്കപ്പെട്ടിരുന്ന പേര് VS ശിവകുമാറിൻ്റേതായിരുന്നു. അവിടെ നേരത്തെ MLA ആയിരുന്ന ശബരിനാഥിനെ, മുൻ അരുവിക്കര MLA ശബരിനാഥിനെ നേമത്ത് മത്സരിക്കുവാനാണ് പാർട്ടി നിയോഗിച്ചിരുന്നത്. അവിടെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി, നേരത്തെ മുരളീധരനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ഒരു വിശകലനം നടത്തപ്പെട്ടിരുന്നു. അതുകൊണ്ട് ശബരിനാഥിനെ നേമത്ത് മത്സരിക്കാനാണ് നിയോഗിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരുന്നത് പറയുന്നു. ഒരുപക്ഷെ അടൂർ പ്രകാശ് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ സാധ്യതയില്ല. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് തിരികെ വരുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശബരിനാഥ് ഒരുപക്ഷെ നേമത്ത് തോറ്റാലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാം എന്നൊക്കെയുള്ള ചില വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നതായി പറയുന്നു. അദ്ദേഹം ആദ്യ സമയത്ത് നേമത്ത് മത്സരിക്കുവാൻ തയ്യാറായിരുന്നു. പക്ഷേ അരുവിക്കരയിൽ നിന്ന് പാർട്ടി അണികളുടെ ഒരു ആവശ്യം അവിടെ മത്സരിക്കണം ശബരിനാഥൻ എന്ന നിലയ്ക്കായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തിരിച്ച് അരുവിക്കര മത്സരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു, നേമത്ത് മത്സരിക്കുവാനുള്ള തീരുമാനം മാറ്റുന്നു എന്ന വിശകലനം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ശബരിനാഥൻ അരുവിക്കരയിൽ മത്സരിക്കും. അദ്ദേഹത്തിന് അനുകൂലമായ പോസ്റ്ററുകൾ, അദ്ദേഹം മത്സരിക്കുന്നു എന്ന രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് സൈബർ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശിവകുമാർ ഇനി പാറശാലയിലേക്ക് മാറും എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും കോൺഗ്രസുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ് ശിവകുമാർ. അദ്ദേഹം ആദ്യം പറഞ്ഞത് തിരുവനന്തപുരത്ത് സെൻട്രൽ അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കില്ല എന്നായിരുന്നു. പിന്നെ അരുവിക്കരയിലേക്ക് മാറുവാൻ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹത്തെ അരുവിക്കരയിൽ നിന്ന് പാറശാലയിലേക്ക് മാറ്റുന്നു. അരുവിക്കര ശബരിനാഥൻ വരുന്നു എന്ന വാർത്തയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ജില്ലയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ആളാണ് ശിവകുമാർ എന്ന ഒരു ധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം മത്സരിക്കുന്ന ആ മണ്ഡലങ്ങളിൽ അദ്ദേഹം എതിരാളികളുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ള മണ്ഡലങ്ങളിൽ എതിരാളികളെ വിജയിപ്പിക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ചില ഇടങ്ങളിൽ നിന്ന്, പാർട്ടി അനുയായികളുടെ നിന്ന് എതിർപ്പുമുണ്ട്. അത് അദ്ദേഹത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു. എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യമായി നടത്തേണ്ടതാണ്. കാരണം സംഘടനാ സംവിധാനം കൊണ്ട് ഏറ്റവും ദൗർബല്യമായി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മത്സരഫലം ഉണ്ടാക്കിയില്ലെങ്കിൽ കോൺഗ്രസിന് അത് തിരിച്ചടിയാകും. വടക്കൻ കേരളത്തിലും കൊല്ലം ജില്ലയിൽ പോലും കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തുവാൻ കഴിയുമെന്നിരിക്കെ തിരുവനന്തപുരം ജില്ലയിൽ അത് കുറച്ച് സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.